Welcome back to Amiskitchen. This is Italian and Kerala style fusion food. Italian pasta and Kerala style beef fry. That's handmade fresh pasta. Ingredients 500 gram 40 flour, 150 gram 20 flour, egg, a pinch of salt, and olive oil. AMI ആദ്യം നമുക്ക് മിക്സിംഗ് ബോളിലേക്ക് 40 ഫ്ലവർ ഇടാം, 20 ഫ്ലവർ ഇടാം, ഉപ്പിട്ട് കൊടുക്കാം, 6 മുട്ട ഇടാം, ചെറിയ കുറച്ചൊരു ഓയിൽ വെച്ച് കൊടുക്കാം. ചെറിയതെടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ നീടി കുറച്ച് ഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ടെക്സ്റ്റായിട്ട് നമുക്ക് ഞാൻ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ച് നമുക്കൊരു കവർ ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടല്ലോ അരമണിക്കൂർ ഒരു ആംബിയൻ ടെമ്പറേച്ചറിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാക്കാം. നമ്മളിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ല എടുക്കാം. നമുക്ക് വേറെ ബോട്ട് ടൈപ്പ് പാസ്ത ഉണ്ടാക്കാം. കുറച്ച് ബോട്ട് ടൈപ്പ് ഫെയർഫെലി പാസ്ത ആവശ്യം. വെള്ളം തിളച്ചുകൊണ്ട് നമുക്ക് പാസ്ത പോലെ കുറച്ച് ഉപ്പ് കൊടുക്കാം, ഒരു മിനിറ്റ് ഉപ്പ് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മുടെ ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് മസാല റെസിപ്പി ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്താറുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇട്ടപ്പോൾ ഈ റെസിപ്പി നേരത്തെ ചെയ്തത്. പക്ഷേ നേരത്തെ ചെയ്ത് ബീഫ് ഫ്രൈ ആയിരുന്നത് ഇത്തിരി മസാലയാക്കാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്താൽ കുറച്ച് ലിങ്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാം. ആ റെസിപ്പിയുടെ ലിങ്ക് അപ്പം ഇതാണ് ഈ റെസിപ്പിയുടെ പ്രത്യേകത. നമ്മൾ നോർമലി ബീഫ് ഫ്രൈ ചോറിൻ്റെ കൂടെ അല്ല കഴിക്കുന്നത്. നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഫ്യൂഷൻ ആക്കിയിട്ട് പാസ്തയുടെ കൂടെ ബീഫ് ഫ്രൈ ആക്കിയത്. പാസ്ത ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ കുഴപ്പമില്ല. ഇപ്പം മാർക്കറ്റിൽ ഡ്രൈ പാസ്ത അവൈലബിൾ ആണ്. ഒരു 8-10 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പാസ്ത ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതോളൂ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീഫ് ഫ്രൈയിലേക്ക് ഈ പാസ്ത ബോയിൽ ചെയ്ത പാസ്ത വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതൊരു വെറൈറ്റി റെസിപ്പി. നമ്മളെപ്പോഴും ബീഫ് ഫ്രൈയും ചോറൊക്കെ കഴിക്കുന്നതിന് ഒരു മാറ്റം. ഫ്രൈ വിത്ത് പാസ്ത നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഓൾറെഡി ബീഫ് ഫ്രൈ റെഡിയാണ്. നമ്മൾ കുറച്ചും കൂടി കൊടുക്കുക.